ഹലോ. ഹലോ. അപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം ചെറുപടെ ഇതായിരുന്നു അല്ലേ? അതെ, ഗുരുവായൂരില് റെക്കോർഡ് കല്യാണം. അതായത് 300 എക്സാക്ട് പറയുകയാണെങ്കിൽ 354 അല്ലേ? 358 കല്യാണമാണ്, റെക്കോർഡ് കല്യാണമാണ് ഉണ്ടായിരുന്നത്. അപ്പോ ആ കല്യാണത്തിൽ ഒന്ന് ഞങ്ങൾ കല്യാണമായിരുന്നു. ചെറുതായി കഴിക്കണം പറഞ്ഞ് ഗുരുവായൂർ പോയി കല്യാണം കഴിച്ച നോക്കുമ്പോ കേരളം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. കേരളമല്ല, പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് അവിടെ കല്യാണം കഴിക്കണ്ടായിരുന്നു. ഫുൾ തിരക്കായിരുന്നു. കേറി കല്യാണം കഴിച്ച് ഇറങ്ങി. എല്ലാം കൂടി കണക്കാക്കി വെച്ചൊരു 3 മിനിറ്റ് 2 മിനിറ്റ് അത്ര ഉണ്ടായിരുന്നുള്ള സംഭവം. അതെ, കേറുന്നു കെട്ടുന്നു ഇറങ്ങുന്നു, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ ഇപ്പൊ ഞങ്ങളുള്ളത് കേരളത്തിലാണ്, വീട്ടിലാണുള്ളത്. അപ്പോ ഞങ്ങൾ ഇത്രയും ദിവസം ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ട്രിപ്പ്, അതായത് നമ്മുടെ ലോങ് ജേർണി ട്രിപ്പ് നമ്മൾ ഇന്നിവിടെ അനൗൺസ് ചെയ്യാണ്. ആക്ച്വലി കല്യാണ അറ്റയറില് ചെയ്യണമെന്നായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ കല്യാണ അറ്റയറിൽ ആ തിരക്കിന്റെ ഇടയിൽ ഒന്നിനും പറ്റില്ല. അതെ, ഞങ്ങള് കല്യാണത്തിന്റെ വീഡിയോ എടുക്കണം, പ്രോപ്പറായിട്ട് വ്ലോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ എന്താ പറയാ, അതുപോലെ പറഞ്ഞ പോലെ തന്നെ ഫുൾ തിരക്കായതുകൊണ്ട് നമുക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ അനൗൺസ് ചെയ്യാണ് ട്രിപ്പ്. ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു 35-40 ഡേയ്സ് റോഡ് ട്രിപ്പ് പോവാണ്. ഞങ്ങൾ അതിന് പറയും പേരിട്ടിരിക്കുന്നത് എക്സ്പ്ലോർ ഇന്ത്യ 2024. ഓൾ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട്. അതൊന്നൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോർത്ത് ഈസ്റ്റ് സ്ഥലങ്ങളൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് കിട്ടിയ ലീവ് വെച്ചിട്ട് പോവാൻ പറ്റിയ ഒരു റൗണ്ട് ട്രിപ്പ്. നമ്മളിങ്ങനെ സെന്ററിൽ കൂടെ പോകുന്നു. ഹൈദരാബാദ്, ആഗ്ര, ഡൽഹി ഒക്കെ കവർ ചെയ്ത്, പിന്നെ മെയിൻ ആയിട്ട് കാശ്മീർ, ലഡാക്ക് ഒക്കെ കവർ ചെയ്ത്, പിന്നെ ലേറ്റ് ആയിട്ട് കൊൽക്കത്ത സൈഡിൽ കൂടെ പുരി, വിശാഖപട്ടണം ഒക്കെ കവർ ചെയ്ത് തിരിച്ച് ബാംഗ്ലൂർ ബാക്ക് ടു ബാംഗ്ലൂർ ആണ്. ആക്ച്വലി പക്ഷെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ കേരളം ടു തിരിച്ച് ബാക്ക് ടു ബാംഗ്ലൂർ, കാശ്മീർ ടു ബാംഗ്ലൂർ, കാശ്മീർ ടു കർണാടക. ഇന്നുള്ളത് ഇന്ന് 9-ാം തീയതിയാണ്, സെപ്റ്റംബർ 9. എന്റെ ബർത്ത്ഡേ കൂടിയാണ്. ഇന്നലെ കല്യാണം, ഇന്ന് ബർത്ത്ഡേ. ഞങ്ങൾ ഇന്നലെ തന്നെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് വ്യത്യാസത്തില് 29 അപ്പൊ ഒറ്റ ദിവസത്തെ വ്യത്യാസം കൊണ്ട് മാരേജ് സർട്ടിഫിക്കറ്റിൽ 28 അതെ. പിന്നെ അപ്പൊ നമ്മള് ഒഫീഷ്യൽ ആയിട്ട് ട്രിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 9-ാം തീയതി സെപ്റ്റംബർ 9 2024 നമ്മള് ബാംഗ്ലൂർ പോയി. അവിടെ നമ്മള് പാക്ക് ചെയ്ത ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അത് പിക്ക് ചെയ്തിട്ട് 11th പ്രോപ്പറായിട്ട് ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് വീഡിയോസ് ഷൂട്ട് ചെയ്യലും റെക്കോർഡ് ചെയ്യലും എഡിറ്റ് ചെയ്യലും എല്ലാം കൂടെ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നു അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടും. അതേപോലെ തന്നെ നമ്മളിത് ജസ്റ്റ് ഡോക്യുമെന്റേഷൻ ഉദ്ദേശിച്ചിട്ടുള്ള അതില് എത്രത്തോളം കവർ ചെയ്യുന്നൊന്നും അറിയില്ല. ചിലപ്പോൾ മൂഡിണ്ടെങ്കിൽ കവർ ചെയ്യുന്നുണ്ടാവും, മൂഡില്ലാത്ത സമയത്ത് കവർ ചെയ്യും. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കും നല്ല വീഡിയോസ് ഇടാൻ. പിന്നെ നമ്മൾ 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന 2 ദിവസം ഗ്യാപ്പൊക്കെ വെച്ചിട്ടായിരിക്കും വീഡിയോസ് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബാക്കി നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാം. ഇന്നിനി നമ്മൾ നേരെ ബാംഗ്ലൂർക്ക് പോവാണ്. ഫ്രണ്ട്സ് എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് വിഷ്വൽസും, നമ്മൾ ഭക്ഷണം കഴിക്കാൻ സേലത്ത് നിന്ന് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അവിടുത്തെ കുറച്ച് നല്ല സേലത്തിൽ നമ്മുടെ കൂടെയുള്ള വെങ്കട് സേലത്തിൽ നിന്നാണ്. അപ്പോൾ പുള്ളി നല്ല സജഷൻസ് തരും. അവിടെ നല്ല നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ കിട്ടാറുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പൊ നല്ല നോൺ വെജിറ്റേറിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സേലം. അപ്പൊ നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാനായിട്ട്. പറ്റുവാണെങ്കിൽ അതിന്റെ വിഷ്വൽസ് നമ്മൾ ആഡ് ചെയ്യാം. ഈ ഒരു വ്ളോഗിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അതിന്റെ വിഷ്വൽസ് കൂടി നമുക്ക് പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യാം. നമ്മളപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പാലക്കാട് KSRTC സ്റ്റാൻഡിൽ എത്തി. ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ വെച്ചിട്ടുണ്ട്. ലിഫ്റ്റ് ചോദിച്ചതൊക്കെ ചോദിച്ചു. ഒരു 3 ബാംഗ്ലൂർ കയറുണ്ട്. രണ്ടാളും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തോ? ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ, ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. ഇവിടെ കാണിക്കും, റൈറ്റ് സൈഡ് കാണിക്കും.
ഈ കാണുന്നതാണ് പാലക്കാട് കോട്ട മൈതാനം. കോട്ട മൈതാനം. ഇവിടെ എപ്പോഴും ആൾക്കാർ കളിക്കാനൊക്കെ വരാറുണ്ട്. ഞങ്ങള് നവോദയക്കാര് എല്ലാവരും മറ്റേ റീയൂണിയൻ നടത്തുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മുടെ കോട്ട. നമുക്ക് കോട്ടയ്ക്കൊന്നും പോകാൻ സമയമില്ല. ഇല്ല, ഞാൻ ഒരു വട്ടേ പോയിട്ടുള്ളൂ. ഒന്നോ രണ്ടോ വട്ടം പോയിട്ടുണ്ടാവുള്ളൂ. നമ്മളിതാ വാളയാർ ടോള് കഴിഞ്ഞിട്ട് വന്ന് നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് വേണ്ടിട്ട് ഒരു ചെറിയൊരു പ്ലം കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. നല്ലൊരു ലൊക്കേഷൻ ആണിത്. ഇതാ കാണുന്ന ടൊമാറ്റോ തോട്ടമാണ്. മനസ്സിൽ വിചാരിച്ചു കൂടിക്കോ. പാട്ട് പറഞ്ഞതാ. Happy birthday to you. Happy birthday to you. Happy birthday to you. കത്തില്ലാത്തോണ്ട് ഞങ്ങൾ കൈ വെച്ച് പറിക്കുന്നു. അയ്യോ ഞാൻ മറന്നുപോയി. എല്ലാരും പറഞ്ഞിട്ട് എല്ലാരും തന്നോ? എൻജോയ്. ഇഷ്ടപ്പെടാം. കഷ്ടമായി You don't like you like I know. I like English. ഓക്കെ, അപ്പൊ നമ്മള് സേലത്താണുള്ളത്. സേലത്തുള്ള സംഗീത മെസ്. നമ്മളെ സേലം കുസീൻസ്, സേലം സ്പെഷ്യൽ കുറച്ച് ഫുഡുകൾ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കലക്കി. പിന്നെന്താ വേണ്ടേ? മുട്ടപ്പണിയാറം, ചിക്കൻ ഫ്രൈസ്, മൂള ഫ്രൈസ്, കാട ഫ്രൈസ്, എന്ത് വേണേ കിടക്കും. വെങ്കടാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഗൈഡ്, ഫുഡ് ഗൈഡ്. டிஃபரண்ட் டைப்ஸ் ஆஃப் கிரேவிஸ் இருக்கும். அதுவும் கிரேவி நம்ம பெங்களூர் அதில் காசு கொடுத்து வாங்குற மாதிரி இல்லை. நம்ம எவ்வளோ கேட்டாலும் இஷ்டம் போல் சட்டியில் கொண்டு வந்து கொடுப்பாங்க. ஸோ அதனால் സംഗീത മെസ് വീട് പോലെ ഉണ്ട്. ശരിക്കും വീടായിരുന്നു. ഈ സിനിമയിൽ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. തമിഴ് പടത്തിലൊക്കെ മഞ്ഞ പച്ച പെയിന്റ് ഉള്ള വീട്. ഫ്രണ്ടില് കഴിക്കണ വേപ്പിന്റെ മരം. ഇത് വേപ്പ് മരം. ഹാൻഡ് വാഷിംഗ്. சிக்கன் கறி தோசை, மட்டன் கறி தோசை, நாட்டுக்கோழி பிச்சு போட்ட ஃப்ரை, நாட்டுக்கோழி மண்சட்டி கறி, மட்டன் சுக்கா, மட்டன் போட்டி, மட்டன் கொத்துக்கறி, காடை 65, ஹாட் பெப்பர் லாலிபாப், சில்லி சிக்கன் சுக்கா, மாமியார் பிரியாணி, இடியாப்பம் சிக்கன் கொத்து மட்டன் கொத்து, பட்டர் சிக்கன், கைமா இட்லி சிக்கன் மட்டன், புளி ஆம்லேட்டு, எக் பணியாரம், குழம்பு புரோட்டா. இந்த புளி ஆம்லேட்னா எப்படி இருக்கும்? இந்த புளி ஆம்லேட்னா ஒன்லி எக் மட்டுங்க சார். തമിഴ്നാട്ടിൽ വന്ന നമ്മൾ இலை குளிப்பாட்டுங்க. சரி, இலைய எல்லாரும் குளிப்பாட்டுங்க. இலைய குளிப்பாட்டுங்க. എന്റെ ഇലയാരും കുളിപ്പാട്ടും. நீயே குளிப்பாட்டு. ഞാൻ കുളിപ്പാട്ടും. இவன் எல்லாம் என்ன யூகேஜி படிக்குதா? அது குளிக்காதா? பன்னீர் தான் சார். பன்னீர் சோடா தான் சார். பன்னீர் தான் இருக்கு. சோடா பன்னீர் தான் இருக்கு. பன்னீர்னா என்ன? பன்னீர் எப்படி சொல்றது? இந்த ரோஸ் வாட்டர். அது ரோஸ் வாட்டர் இல்ல. குடிச்சது இல்லையா? பன்னீர் நான் குடிச்சது இல்லையா? குடிக்கலன்னா நீ குடி. நான் குடிப்பேன். கொண்டு வாங்கிடு. பன்னீர் நல்லா இருக்கு. ஆக்சுவலா சோடா, பன்னீர் சோடா நல்ல இது குளிர்ச்சி உடம்புக்கு. பன்னீர் சோடா நீ குடிச்சது இல்லையா? நானே குடிச்சது இல்ல. நானும் குடிக்கவில்லை. நீ நான் சோடாவே குடிக்கிறதில்லை. சூப்பரா இருக்கு. ഈ ശാപത്തിനെ പറ്റി പറഞ്ഞു എല്ലാവർക്കും. പനീർ സോഡ ഉണ്ട്. പനീർ സോഡ കുടിക്കാതെ. കമോൺ ഐഷു. அப்படி பண்ணா வராது. கேஸ் வரும் இல்லையா? பாத்து குடிச்சு பாரு. எப்படி இருக்கு? நல்லா இருக்கா?
ഐറ്റംസ് വെക്കുறாங்க அதை எடுத்துக்கோ. റോസ് വാട്ടർ മാതിരി തന്നെ ഉണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് തന്നെ. ഓക്കേ. മട്ടൺ ഫ്രൈ, മട്ടൺ ഫ്രൈ, നാട്ടുകോഴി പിച്ചിപ്പോട്ട ഫ്രൈ, നാട്ടുകോഴി പിച്ചിപ്പോട്ടത്. ഇല്ല நிறைய നാട്ടുകോഴി കഴിക്കും. റോസ് വാട്ടർ തന്നെയാണ്. ഞാൻ വിചാരിച്ചു കാട ഫുൾ ആയിട്ട് വരും. காடை என்ன வரலையே, சரி குடிச்சு பாக்கட்டும் அப்படின்னு விட்டேன். അപ്പോഴും പോടുണ്ട്. நீ இந்த சைடு வச்சு குடிச்சினா கோலி வந்து லாக் ஆயிக்கும், இப்படி இந்த இடத்துல வச்சுனா கோலி லாக் ஆயிடும். ஓபன்ல இருக்கும் இப்போ வரும். കുക്ക് അറിയണ്ട. இரு இப்ப ഐശ്വര്യ പ്ലെയിൻ ദോശ. ഐശ്വര്യ പ്ലെയിൻ ദോശ വന്നിട്ട് കറി ദോശ. ഇതാണ് ചിക്കൻ കറി ദോശ. ഇത് കറി സ്റ്റഫ്ഡ് ദോശയാണ്. தெரிஞ்சு இது ஒண்ணே உனக்கு ஃபுல் ஆயிரும் நினைக்கிறேன். ഇങ്ങോട്ട് നോക്കും. ഭയങ്കര ചൂടുണ്ട് ഇപ്പൊ തന്നെ. This is mutton. How is it, TK? ஏய் கிரேவி பாரு. இது வெஜ்ஜுங்களா? சாம்பார், ഞാൻ കാട പെപ്പർ ഫ്രൈ, ചിക്കൻ പിച്ചിപ്പോട്ടത്. How is it? കൊള്ളാം. இப்பதான் குரூப் வருதெல்லாம். ഇവിടെ ഐശ്വര്യ വെച്ച് കുർമ, ഞാൻ വെച്ച് സാമ്പാർ വന്നിരിക്കുന്നു. மட்டன் நல்லா இருக்கு. ഇത് നമ്മുടെ കാട ഫ്രൈ വന്നു. കാട 65 ആണല്ലേ. ചിക്കൻ പിച്ചിപ്പോട്ടത്. പിന്നുള്ള സാധനം എന്താണ്? മാമിയാർ ബിരിയാണി. മാമിയാർ ബിരിയാണി. എങ്ങനെയുണ്ട്? ചിക്കൻ കട്ട് ചെയ്ത് നമ്മുടെ ഫ്രൈഡ് റൈസിനകത്ത് ചിക്കൻ റൈസ് പോലെ ഉണ്ട്. ഫ്രൈഡ് റൈസ് അല്ല, എനിക്കൊരു പുലാവ് റൈസിന്റെ ടേസ്റ്റ് ആണ്. பிரியாணி ரைஸ்னா பிரியாணி ரைஸ்ல இதெல்லாம் போட்டு அப்படியே நல்லா ஹீட் பண்ணி குழம்பு கொடுக்குறாங்க. டெக்கரிங் ஒர்க்லாம் பண்ணி. மாதிரி இல்ல. അച്ഛൻ ദോശ കണ്ട് ദോശ നല്ല ദോശ. മുകമേഷ് സ്റ്റൈല സാമ്പാർ ചട്നി അല്ലേ. ரொம்ப நல்லா இல்லையா? ഇത് ഐഷുവിന്റെ இட்லி கொத்துக்கறி. ഇഡ്ഡലി കൊത്തുകറി. അതായത് ഇഡ്ഡലി കട്ട് ചെയ്തിട്ട് അതിൽ കുറെ കറിയൊക്കെ വെച്ചിട്ടുള്ള സംഭവം. വെറൈറ്റി ടേസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് അല്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് അല്ല, പക്കാ തമിഴ്നാട് ടേസ്റ്റ് ആണ്. Nice. കറി ദോശ is nice. Nice. ഞാൻ 6 വരെ വെക്കാം. മട്ടന്റെ ഗ്രേവി, ഇതാണ് ചിക്കന്റെ ഗ്രേവി. చికెన్ അതെന്നാ? చికెన్ ఎసెన్స్, Chicken మటన్ essence. ఎసెన్స్. ഓക്കെ. ചിക്കൻ എസൻസ് എന്ന് വെച്ചാൽ എന്താ? അല്ല ചട്നി വേണം. ചിക്കൻ എസൻസ് എപ്പിടി இருக்கும்? சிக்கன் எசன்ஸ் மீன்ஸ் கெட்டியா இருக்கும். നല്ല കട്ടിയായിട്ടുള്ള സാധനം. கெட்டி குழம்பு. ஸோ அதுதான் எசன்ஸ்னு சொல்றது. இது வந்து கிரேவி கொஞ்சம் மீடியம் கெட்டியா இருக்கும். ഹൈലൈറ്റ് എന്താ? തമിഴ്നാട്ടിൽ ഓ ഇതെല്ലാം ഫ്രീ ആണ്. ஆமா அது சொன்னேனே. അതെ, ഇത് ചിക്കൻ ഗ്രേവി, നോർമൽ ഗ്രേവി, ഇത് മട്ടന്റെ ഗ്രേവി, ഇത് മട്ടന്റെ എസൻസ്, ഇത് ചിക്കന്റെ എസൻസ് ആണ്. അത് തിക്കായിട്ടുള്ള സാധനം. ഇത് ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് വേറെ എവിടെ കിട്ടില്ല. அது மட்டன். അത് മട്ടനാണ്. ചിക്കൻ തന്നെ சொன்னேன். കുഴിയോ நீ வெச்சிரு சாப்பிடு லைட்டா சாப்பிடு. நீங்க ரெண்டு வெச்சிருங்க. കുഴി ഓംലെറ്റ്. ഈ മുട്ട കുഴിയുടെ വെച്ചത്. ഞാൻ റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ എയർപോർട്ടിൽ അയ്യോ ട്രൈ. ആ ആ ആ വരട്ടെ. ഞാൻ കുടിച്ചോക്കാം. എന്താണ്? ബ്ലൂബെറി ഗോളി സോഡ. എപ്പിടി ഇருக்கு? എനിക്ക് പനീർ നോട്ട് ബാഡ്. ഈ പനീർ കുടിച്ചു നോക്കിയാ? ദാറ്റ് ഗുഡാ ദിസ് ഗുഡാ? ടേസ്റ്റ് മറന്നുപോയി. എപ്പിടി ഇருக்கு? എനിക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അത് കുറച്ചുകൂടി പ്ലെയിൻ ആയിരുന്നു. പ്ലെയിൻ ആയിരുന്നു, നല്ലായിരുന്നു. എനിക്ക് കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് കുടിക്കണ്ട. ஆக்சுவலா இது வந்து ഞാൻ കണ്ട ginger soda സൂപ്പർ இருக்கும். ഓപ്പൺ കിച്ചണാണ് ഇവിടെ. ഇവിടെ കിച്ചണിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൊത്തു പൊറോട്ട ആണെന്നാണ് തോന്നുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ്. പഞ്ഞാറം തട്ട്. ഇത് ഓപ്പൺ കിച്ചണാണ്. ഓ ഇവിടെ ടേബിൾ ഉണ്ടോ? தெரியாதா? ആ ഇവിടെ സീറ്റിംഗ് അറേഞ്ച് ഇരിക്കല്ലേ.
ഇതാണ് നമുക്ക് വന്ന ഫസ്റ്റ് വന്ന തട്ട് ഓപ്പൺ. ഞങ്ങളുടെ ഫുഡ് കഴിച്ചില്ല, ഫുഡ് അടി കഴിഞ്ഞു. ഹൗ വാസ് ദ ഫുഡ്? എന്ത് പാന്? ബീഡ സ്വീറ്റ് ബീഡ്. ഓക്കെ, ഇങ്ങനെ ഇത് ഇവരെ വീടാണ്. ഉള്ളിലും ഷീറ്റിംഗ് ഉണ്ട്, ഷീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉള്ളിലും ഉണ്ട്. ശരിക്കും വീട് തന്നെ അല്ലേ? വീട് തന്നെ. ഇവിടെ ചുമരിൽ കുറേ പഴയ ഫോട്ടോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ആക്ച്വലി വീട് തന്നെയാണ്, ഒരു പഴയ വീടിന് നമുക്ക് അവരിങ്ങനെ റെസ്റ്റോറൻറ്റ്, ഒരു ഓതൻറ്റിക് സ്റ്റൈൽ റെസ്റ്റോറൻ്റ് ആക്കി ഇരിക്കുകയാണ്. പഴയൊരു കെട്ടിയ ടൈപ്പിലെ ഈ എണ്ണയാണ് നമുക്ക് സർവ് ചെയ്ത് തന്നെ. ബ്രോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ പേര്? മണി. ഓക്കെ, ഇതാണ് റെസ്റ്റോറൻറ്റ്. ഫ്രണ്ടിൽ വലിയൊരു വേപ്പിൻ്റെ മരമുണ്ട്. കണ്ട ശരിക്കും ഒരു വീടാണ്. വീടിനെ അവർ കിച്ചണാക്കി മാറ്റിയിരിക്കുകയാണ്. സംഗീത മെസ്. ഓക്കെ, സംഗീത മെസ്സിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആയിട്ടുണ്ടോ ഉണക്ക്? ഓക്കെ, ഹൗ വാസ് ദ ഫുഡ്? ஆக்சுவலி ஃபுட் நல்லா இருந்துச்சு. Non-veg people please speak. Yes. വെജ് എന്താണ് സാപ്പിട്ടീங்க? എനിക്ക് ഇഷ്ടമായി ദോശ. ഇറ്റ്സ് ലൈക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ, അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ വയറേരിയലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. இப்போ என்னன்னா மசாலாஸ் எல்லாம் வீட்டில் இருந்து அரைச்ச மாதிரி ஒரு டேஸ்ட் இருந்துச்சு. ஸோ பெருசாக எந்த ஒரு ஸ்பைசினஸும் இல்லாமல் எந்த அளவுக்கு ஸ்பைசினஸ் இருக்குமோ அந்த அளவுக்கு ஸ்பைசினஸ் கரெக்டாக அந்த லெவல் மெயின்டைன் பண்ணியிருந்தாங்க. ஸோ நல்லா இருந்துச்சு. ஆக்சுவலி நிறைய வெரைட்டி வச்சிருக்காங்க. எல்லா டிஷ்ஷும் അവര് ആ പാത്രത്തിൽ കൊണ്ടേ കാണിച്ചു തന്നെ, പൂക്കളം പോലെ ഉണ്ട്. கறி தோசை சாப்பிட்டதுலயே மேக்ஸிமம் டிஷ் சாப்பிடவே முடியல. ശരിയാ, ஆமா, அது கொஞ்சம் ஹெவி. നൈസ്. നമുക്ക് പുതിയൊരു സ്ഥലത്ത് പോകുമ്പോ എന്താണ് അവിടുത്തെ വെജ് ആയിട്ടുള്ള എനിക്ക് പോലും നോൺ വെജ് എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് അവര് കാണിച്ചു തന്നപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതുകൊണ്ട് അതൊരു നല്ല ഐഡിയ ആണ് ആക്ച്വലി. എല്ലാ ആൾക്കാർക്കും അതൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നമ്മുടെ പുതിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒരു ഫസ്റ്റ് കവർ ചെയ്ത് വെച്ചിട്ട് അവരിങ്ങനെ കാണിക്കാറുണ്ട്, സാമ്പിൾ കാണിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഷോപ്സിലൊന്നും, അതായത് ഹോട്ടൽ പോലത്തെ ഷോപ്സിലൊന്നും ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, റെസ്റ്റോറൻറ്റ്സിലൊന്നും. പക്ഷെ ഇവിടെ ചെറുതാണെങ്കിലും അങ്ങനത്തെ പുതിയ ടെക്നിക്സ് ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ലിറ്ററലി ഗുഡ്. അതാണ് ഐശ്വര്യന്റെ അഭിപ്രായം. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? സോഡ എവിടെ ഇരുந்துச்சு? ഗോലി സോഡ ആക്ച്വലി ഞാൻ കുറെ തവണ കഴിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കുറെ തവണ കഴിച്ചിട്ടുണ്ട്. ഇത്തവണയാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവർ, പനീർ somewhat similar to rose water, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ബ്ലൂബെറി ഫ്ലേവറില് അത് ഫ്ലേവേഴ്സ് ആഡ് பண்ணிருந்தாங்க. ഒരു സിറപ്പ് കുടിക്കുന്ന പോലെയായിരുന്നു, പക്ഷെ മറ്റേ നല്ലതായിരുന്നു. ഞാൻ ഊട്ടി പോയപ്പോ കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് മധുരം. അതെനിക്ക് ഇഷ്ടമായില്ല. ഇത് നല്ല കമ്പനി ഡിഫർ ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി തിരിച്ച് സൈലത്തിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂർക്ക് പോകാനുള്ള സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. ഇനി അവിടെ എത്തുമ്പോൾ ഒരു എൻഡിങ് വീഡിയോ ഉണ്ടാവും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കാൻ നിർത്തുമോ? അപ്പോൾ ഓക്കെ, കണക്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. ബാംഗ്ലൂരിന്റെ ഗണേശോത്സവ കാഴ്ചകൾ. ലൈറ്റ് ഗണേശ എവിടെയാണല്ലേ? മാർത്തള്ളി എത്താറായിരിക്കുന്നു. ഓക്കെ, സമയം 1:30. നമ്മളിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ നമ്മുടെ റൂമിൽ താഴെ എത്തി. എല്ലാവരും എന്താ ലഗേജൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ
മറ്റേ പാലക്കാട് നിന്ന് ഏതാണ്ട് 5 മണിക്ക് ഇറങ്ങി ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി പുതിയ എപ്പിസോഡുകളിൽ വരും ദിവസങ്ങളിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. എല്ലാവരും ബൈ ബൈ പറയൂ. ബൈ ബൈ. ഐഷ ഉറക്കത്തിലാണ്. ബൈ.